സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ കിച്ചൺ കബോർഡിൻ്റെ വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 4 ഫ്രെയിം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മെഷർമെൻറ്റിൽ കാണിച്ചിരിക്കുന്നത് താഴത്ത് ബോട്ടം സൈഡിൽ ഒരു എൽ ഷേപ്പ് കിച്ചൺ കബോർഡും പിന്നെ ഒരു ഡബിൾ ഡോറിൻ്റെ ഒരു ഷോക്കേസ് ഫ്രെയിമാണ് വരുന്നത്. അതാണ് ഈ 52-49 അളവിൽ വരുന്നത്. പിന്നെ വരുന്നത് ഒരു ഷോക്കേസും കൂടി സ്ലൈഡിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ആ സ്ലൈഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് കിടക്കാം. ഷോക്കേസ് എന്ന് പറയുന്നത് കിച്ചണിൽ വരുന്ന ഷോക്കേസാണ്. അപ്പോൾ ഒരു ഷോക്കേസ് നമുക്കവിടെ സ്ലൈഡ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ അത് കാരണം അത് സ്ലൈഡിങ്ങും ഒരെണ്ണം നമ്മൾ ഒരു ഡബിൾ ഡോറ് ആയിട്ട് 2 ഡോറിൽ ആയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് 3/4 ആംഗിൾ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആംഗിൾ വെക്കുകയാണ്. അപ്പോൾ ആംഗിൾ വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1.25 സ്ക്വയർ വെച്ചിട്ടാണ് നമ്മളിവിടെ ഫ്രെയിം ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കളർ വരുന്നത് ചാമ്പ്യൻ സ്റ്റീലാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് PVC ലാമിനേറ്റ് ഷീറ്റാണ്. അപ്പം അത് റെഡും ബ്ലാക്കും കളറിലാണ് ഈ കിച്ചൺ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വർക്ക് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ വർക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് പുതുതായി വർക്ക് പഠിക്കുന്ന ആളുകൾക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതാണ് ആംഗിൾ വെക്കുന്നത് മുതൽ നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്പീഡായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്രെയിമിൽ കിച്ചൻ്റെ താഴത്തേക്ക് വരുന്ന ഫ്രെയിമാണ്. അപ്പോൾ ഇതിൽ വുഡിൻ്റെ റീപ്പർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇഞ്ചസ് വരുന്ന ഭാഗങ്ങളിലെല്ലാം വുഡിൻ്റെ റീപ്പർ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യാറ്. നമ്മൾ ഫസ്റ്റ് ഫ്രെയിം അസംബിൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ പുതുതായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്രെയിമിൻ്റെ അസംബ്ലിങ് കഴിഞ്ഞ് അപ്പോൾ ഇതിൽ ടോപ്പിൽ നമ്മളൊരു കിച്ചൻ്റെ ബാസ്ക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടൊരു ഡോറും 2 സൈഡിലും ഒരു ഡോറും. പിന്നെ ലാസ്റ്റ് വരുന്ന ഡോറ് നമ്മൾ ഗ്യാസിൻ്റെ ഡോറാണ്. അതിൻ്റെ താഴ്ഭാഗം ഓപ്പൺ ആയിട്ടാണ്, ഫ്രെയിമില്ലാതെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് എൽ ഷേപ്പായിട്ട് തൊട്ട് വരുന്ന ഒരു ഫ്രെയിമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 2 ഡോറായിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ 3ാമത്തെ ഫ്രെയിമാണ് ഇപ്പോൾ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രെയിമിലാണ് നമ്മൾ ഡബിൾ ഡോറ് കൊടുക്കുന്നത്. അപ്പോൾ ഡബിൾ ഡോറ് ചെയ്യുമ്പോൾ നമ്മൾ അളവെടുക്കുമ്പോൾ വിക്തിൽ ഉള്ളളവെന്ന് ഫ്രെയിമിൻ്റെ ഉള്ളളവെന്ന് അളവെടുത്തിട്ട് 1:1 കൂട്ടിയിട്ടിട്ട് അതിനെ പകുതിയാക്കിയിട്ടാണ് അതിൻ്റെ ക്രോസ് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളിവിടെ സ്ലീക്കിൻ്റെ ആട്ടോ ക്ലോസ് ഹിഞ്ചസാണ് വെക്കുന്നത്. അപ്പോൾ ഓരോ ടൈപ്പ് ഹിഞ്ചസ് വെക്കുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. പിന്നെ ഹൈറ്റ് അളവെടുക്കുന്നത് നമ്മളിവിടെ ഒരു ടോപ്പിൽ റാക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഹൈറ്റിൽ ഔട്ടർ അളവെന്ന് 1/2 ഇഞ്ച് കമ്മിയാക്കിയിട്ടാണ് അളവെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഡോറുകൾ കട്ട് ചെയ്യാണ്. ഡബിൾ ഡോറ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ 2 ഹൈറ്റ് പീസും നമ്മൾ ഫ്രെയിമിൽ
ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വിത്തളവ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇഞ്ചസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ സെൻറ്ററിൽ ലൂസ് ഇട്ടിട്ട് നമുക്ക് അളവെടുത്തിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു തവണ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വിത്തളവ് എത്രയെന്നുള്ളത് മനസ്സിലാക്കാനും കഴിയും. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ അളവിൽ വെച്ചിട്ട് പിന്നീട് വർക്ക് വരുമ്പോൾ അങ്ങനെ ചെയ്തെടുക്കും ചെയ്യാം. അപ്പോൾ ഈ ഡബിൾ ഡോറ് വരുന്ന ഡോറ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ഡോറിൽ ബ്ലാക്ക് ഷീറ്റും ഒരു ഡോറിൽ റെഡ് ഷീറ്റുമാണ് വരുന്നത്. ഡോറിലേക്ക് ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ ഹൈറ്റിലും വിത്തിലും 1/8 ലൂസ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഷീറ്റ് കട്ട് ചെയ്യാറ്. അപ്പോൾ ഷീറ്റ് കട്ട് ചെയ്യണമെന്ന് അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഷീറ്റ് കട്ട് ചെയ്യാൻ ഹാൻഡ് കട്ടർ വെച്ചിട്ടും കട്ട് ചെയ്യുക, അതുപോലെ നൈഫ് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ വർക്ക് നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡോറിൽ മൊത്തം ഷീറ്റെല്ലാം ഇട്ടതിന് ശേഷം ബാക്കിൽ സിലിക്കോണും എല്ലാം അടിച്ചിട്ട് എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈറ്റിലോട്ട് ഫിറ്റ് ചെയ്യാൻ പോകാറ്. അപ്പോൾ ഈ ഇഞ്ചസ് നമ്മൾ ലാസ്റ്റാണ് അടിച്ചു കൊടുക്കാറ്. അപ്പോൾ അത് സിലിക്കോൺ അടിക്കുമ്പോൾ ഇഞ്ചസിന് കംപ്ലൈൻറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സിലിക്കോൺ അടിച്ച് സിലിക്കോൺ നല്ലോണം സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഹിഞ്ചസ് അടിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന ഡോറുകളിലെല്ലാം ഷീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഹിഞ്ചസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഹിഞ്ചസ് വെച്ച് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ ഡോറിൽ മൊത്തം വെതർഷിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെതർഷിപ്പ് ഹിഞ്ചസിൻ്റെ സൈഡ് ത്രൂ ആയിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഹിഞ്ചസ് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൽ 532 റിവിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഹിഞ്ചസ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഷോപ്പിലെ വർക്കെല്ലാം നമ്മൾ ഫിനിഷിംഗ് ആയി. അപ്പോൾ ഇനി സൈറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി സൈറ്റിൽ ഫിറ്റിങ് എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ സൈറ്റിൽ നമ്മൾ ഫസ്റ്റിലെ ഡബിൾ ഡോറാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന ഭാഗമാണിത്. അപ്പോൾ ഇതിൽ തട്ട് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഡബിൾ ഡോറ് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ആ തട്ടിൻ്റെ സൈഡിൽ വരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ട് തട്ടിയെടുത്ത്, പക്ഷെ സെൻറ്ററിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അത് ഫെറോ സിമൻ്റ് അല്ല, നമ്മളിതൊരു കടപ്പക്കല്ല് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഡബിൾ ഡോറ് ചെയ്തത്. അപ്പോൾ നമ്മളിനി ഈ ഫ്രെയിം ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ 2 ആംഗിളും അടിയിൽ 2 ആംഗിളും വെച്ചിട്ടാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യണത്. എന്നിട്ട് ഫ്രെയിമിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഹൈറ്റിൽ 2 ആംഗിൾ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഫ്രെയിം ഫിറ്റ് ചെയ്യണ വർക്ക് കഴിഞ്ഞ് ഇനി നമ്മൾ ഡോറ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഡോറ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ താഴ്ഭാഗം കറക്റ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ ഡോറ് സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടത് ടോപ്പിൽ വരും. അപ്പോൾ ഇനി ഇതിൽ ഹാൻഡിൽ സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ 6 ഇഞ്ച് ഹാൻഡിലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ 2 മാഗ്നറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്ററിൽ ഒരു വെർട്ടിക്കലായിട്ട് ഒരു പീസ് 1.25 ആ തട്ടിന് അടിഭാഗത്തായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് മാഗ്നറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി താഴത്ത് കിച്ചൻ്റെ സ്ലാബിന് അടിയിൽ വരുന്ന ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്യാണ്. ഒരിഞ്ച് ക്ലീറ്റ് ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം സെറ്റ് ചെയ്യണത്. നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന വീട് കുറച്ച് പഴയ വീടാണ്. അപ്പോൾ ഇതിൽ സ്ലാബും എല്ലാം ചെയ്തിരിക്കുന്നത് കുറച്ച് പഴയ മോഡലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ 1.25 ഫ്രെയിം ഫിറ്റ് ചെയ്യുന്നത് ഡോറിൻ്റെ കനം ഉള്ളിലോട്ട് തള്ളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൽ കിച്ചൺ ബാസ്ക്കറ്റ് ഒരു കട്ട്ലറി സെറ്റ് ചെയ്യാണ്ട്. ഇനി അത് സെറ്റ് ചെയ്യുക എങ്ങനെ നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ 2 സ്ലൈഡർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സ്ലൈഡർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1.25 ഒരു സെക്ഷൻ നേരെ ബാക്കിൽ ചുമരിലേക്ക് 2 സൈഡും ഓരോ സെക്ഷൻ വെച്ച് ആംഗിൾ വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഗ്യാസ് വരുന്ന ഭാഗത്തെ ഡോറിൽ ഒരു നെറ്റ് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. നമ്മളത് ടോപ്പിൽ നിന്ന് 4 ഇഞ്ച് വിട്ടിട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഡോറിൻ്റെ സെൻറ്ററായിട്ട്. അപ്പോൾ ഇത് ഹാൻഡ് കട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ നെറ്റ് ഹാൻഡ് കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മടക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആംഗിൾ വെച്ചിട്ട് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ മടക്കി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വൃത്തിയായിട്ടിരിക്കും. ഇത് ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിൽ ഷീറ്റിലും നെറ്റിലൊന്നും ഡാമേജ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഡോറ് ഫിറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ 6-19 സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളിത് ഡോർ സെറ്റ് ചെയ്യണത്. ഇതിനകത്ത് സെൻട്രലായിട്ട് ഡോറിൻ്റെ ഷീറ്റ് വെച്ചിട്ട്
ഓരോ തട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ആയി. ഈ ഡോറിലെല്ലാം നമ്മൾ 4 ഇഞ്ചിൻ്റെ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാ ഡോറിലും മാഗ്നറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് PVC ലാമിനേറ്റ് ഷീറ്റാണ്. അപ്പോൾ കിച്ചണിലേക്കൊക്കെ PVC ഷീറ്റുകൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ വർക്കിന് ഒരുപാട് കാലം ലൈഫ് കിട്ടും. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വർക്കുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.